Hello viewers, welcome back to my new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന സ്വിംഗ് ട്രേഡിംഗിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ പൊസിഷനാണ് കാണിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ടാറ്റ പവർ ആണ്. നല്ല രീതിയിൽ പെർഫോമൻസ് നമുക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് തരാൻ ചാൻസ് ഉള്ളൊരു നല്ലൊരു സ്റ്റോക്കാണ് ടാറ്റ പവർ. നിങ്ങളതിൻ്റെ ലോങ് ടൈമിൽ എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു രീതിയിലൊരു പെർഫോമൻസ് ആണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് അതിൻ്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത് ടാറ്റ പവർ. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ബൈ വന്നിരിക്കുന്നത് വെച്ചാൽ 2 നവംബറിലാണ്. 2 നവംബറിൽ ബൈ വന്ന ശേഷം ഇതിപ്പം മാർക്കറ്റിൽ നമുക്ക് ബൈ കിട്ടിയിരിക്കുന്നത് 241 ലെവലാണ്. ഇത് സ്വിംഗ് ട്രേഡിങ്ങിലാണ് ഞാൻ കാണിക്കുന്ന ഈ വീഡിയോ. 241.15 നമുക്ക് വന്ന സിഗ്നൽ ഇപ്പോൾ 250 നിൽക്കുന്നത്. നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിൽ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ സ്വിംഗ്, സ്കാൽപ്പിംഗ്, ഇൻട്രാഡേ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഏതാണ് ട്രേഡിംഗ് സ്റ്റൈൽ അതനുസരിച്ച് ഇതിന് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനകത്ത് ഇപ്പം ഞാൻ ടാറ്റ പവറിൻ്റെ 1 hour ചാർട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്ത് ബൈ സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആരോസ് വരുമ്പോൾ സിഗ്നലൊക്കെ ഓട്ടോമാറ്റിക് വരുമ്പോൾ തന്നെ നമുക്ക് ഇൻഡിക്കേഷൻ തരുവേ. അതുപോലെ എൻ്റെ ഡീറ്റെയിൽസ് മേഖല ചെയ്തിട്ടുണ്ട്. ടാറ്റ പവറിൽ ബൈ സിഗ്നൽ 241.15 ഇട്ടിട്ടുണ്ട്. ടൈമും ഡേറ്റും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസിൽ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന എല്ലാ ടാർഗറ്റ് വെച്ച് ചെയ്ത ശേഷം ഇപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബൈ. അപ്പം നമുക്കൊരു ഡയറക്റ്റ് ബൈ ചെയ്ത ശേഷം നമ്മൾ ടാർഗറ്റ് വന്ന ശേഷം എങ്ങനെ ഒരു റീ എൻട്രി എടുക്കാമെന്ന് കൂടി ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കാണുക. പിന്നെ ഈ ഒരു സ്ട്രാറ്റജി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴത്തെ നമ്പർ എൻ്റെ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കുക. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താലും വാട്സപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഇതിനകത്ത് ഗ്രീൻ കളറിൽ അപ്പാറ് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ നമ്മളിത് കൺഫേം ആണെങ്കിൽ മാത്രമേ ട്രേഡ് എടുത്ത് വെച്ചാൽ മതി. കൺഫേം എന്ന് പറയുന്നത് ബൈ സിഗ്നൽ വന്ന ശേഷം എൻ്റെ കൺഫർമേഷൻ താഴെ നോക്കിയാൽ ഒരു ബാർ കാണാൻ പറ്റും. നമ്മൾ ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യും. ആ ബാർ എന്തായിരിക്കണം? സിഗ്നലിൻ്റെ ഫേവറിലായിരിക്കണം. അതൊരു ബൈസൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ആ ബാർ എന്തായിരിക്കണം? ഗ്രീൻ കളറിൽ വരണം. അതുപോലെ പ്രൈസ് ഇവിടെ ബൈ സോൺ എഴുതി കാണിക്കണം. ഈ 2 കൺഫർമേഷൻ നമുക്ക് നോക്കാനുള്ളൂ. ബൈസൈക്കിൾ വന്ന ശേഷം താഴത്തെ ബാർ ഗ്രീൻ ആൻഡ് പ്രൈസ് ബൈ സോൺ 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ആ സിഗ്നൽ കൺഫേം എന്നർത്ഥം. ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റ് റേറ്റിൽ തന്നെ ബൈ ചെയ്തിടാം. സ്റ്റോപ്പ് ലോസ് നോക്കാം. നമുക്ക് സിഗ്നൽ വരുമ്പോൾ തന്നെ താഴെ ടാർഗറ്റ് 3 ടാർഗറ്റും കാണിച്ചു തരും. 248.5 ലാസ്റ്റ് ടാർഗറ്റ്. അത് അച്ചീവ് ചെയ്ത ശേഷം മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ 3 ടാർഗറ്റ് അച്ചീവ് ചെയ്തു. നമ്മൾ കൺഫേം ആയിരുന്നു. നമ്മൾ ട്രേഡ് എടുത്ത് നമ്മൾ 3 ടാർഗറ്റ് അച്ചീവ് ചെയ്തു. നമ്മുടെ ആ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുമ്പം അത് പിന്നെയും മാർക്കറ്റ് അപ് ട്രെൻഡിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് നോക്കിയാൽ ഈ ഒരു റെഡ് സ്റ്റാർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. അതായത് മാർക്കറ്റ് ഇവിടുന്ന് റെസിസ്റ്റൻറ്റ് ലെവലിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വെച്ച് എഗെയിൻ നമുക്കിതിനകത്ത് ബൈ ചെയ്തിടാവുന്നതാണ്. അതായത് നമ്മൾ ഓൾറെഡി ഒരു പൊസിഷൻ ക്ലോസ് ചെയ്ത് പിന്നെയും നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഇന്ന് നോക്കുമ്പോൾ ഒരു കണ്ടിന്യൂഷൻ നടക്കുന്നതുകൊണ്ട് ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ടിൽ നമുക്ക് എൻട്രി ചെയ്യാം. ഇവിടെ ഉണ്ട് റെഡ് സ്റ്റാർ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ലെവലിൽ എഗെയിൻ ഈ ഒരു ഷെയർ നമുക്ക് ബൈ ചെയ്യണം. സ്റ്റോക്കിനെ ബൈ ചെയ്യണം. അപ്പോഴും നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കൺഫേം ആണെന്ന് നോക്കണം. താഴത്തെ ബാറും പ്രൈസ് സോണും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ലെവൽ വെച്ച് ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു ലെവൽ വെച്ച് ബൈ ചെയ്യണം. അവിടുന്ന് ടാർഗറ്റ് നമ്മൾ ഓൺ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു ബൈ ട്രെൻഡിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ആ ബൈ നമ്മൾ തന്ന ബൈ അനുസരിച്ചുള്ള ടാർഗറ്റാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഈ ടാർഗറ്റ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ മാർക്കറ്റ് റേറ്റിൽ എൻട്രി ചെയ്തിട്ട് അവിടെ നമുക്ക് കിട്ടും. നമുക്കൊരു എന്താണ് ഒരു ടാർഗറ്റ് ലെവൽ നമ്മൾ നമ്മുടെ എന്താണ് ബ്രോക്കറേജ് കഴിഞ്ഞ് നമുക്കൊരു ടാർഗറ്റ് ലെവൽ വരുന്നില്ല. ആ ലെവൽ നമുക്ക് അതിനകത്ത് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട സ്റ്റോക്കുകൾ ഇപ്പം ഞാൻ ഈ എടുത്തിട്ടെന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റോക്കുകളുടെ ലിസ്റ്റ് പറഞ്ഞു തരുന്നതാണ് കസ്റ്റമേഴ്സിന്. അത് നിങ്ങൾക്ക് ലിസ്റ്റിൽ വെക്കാം. അതെല്ലാം നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടത് അത് ലിസ്റ്റിൽ വെക്കുകയാണെങ്കിൽ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്തൊക്കെ സിഗ്നൽ വരുമ്പോൾ ഇൻഡിക്കേഷൻ തരും. അതുപോലെ നമുക്കൊരു സ്കാനറും അവൈലബിൾ ആണ്. സ്കാനർ എന്ന് വെച്ചാൽ നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് കാണിച്ചു തരും. 100 ചാർട്ട് ഇതിനകത്ത് ഒറ്റയടിക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ ഫുൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ വിളിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതിന് നന്ദി.